ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ദൈവകൃപയിൽ പ്രവർത്തിക്കുന്നവരാണ്. വിവിധങ്ങളായ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ദൈവം പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവർക്ക് നൽകുന്നുണ്ട്. ഓരോരോ വ്യത്യസ്ത സാഹചര്യങ്ങൾ പ്രവർത്തിക്കുവാൻ അനുയോജ്യമായ കൃപകളും കൃപാവരങ്ങളും ദൈവം തൻ്റെ ജനത്തിന് നൽകുന്നു. അനേകർ തങ്ങൾക്ക് ലഭിച്ച കൃപാവരങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ പറയാറുണ്ട്. ദൈവത്തിൽ നിന്നുള്ള കൃപാവരങ്ങൾ പ്രാപിച്ചവർ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ആ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സൗഖ്യദായക ശുശ്രൂഷ നടത്തുമ്പോൾ സൗഖ്യം നൽകുന്നതിനായിട്ടുള്ള ദൈവിക കൃപ ആ നടത്തുന്ന ദൈവത്തിൻ്റെ ദാസനിലുണ്ട് നാം മനസ്സിലാക്കുന്നു. വീര്യപ്രവർത്തികളുടെ കൃപ, സ്നേഹിക്കുവാനുള്ള കൃപ, ശുശ്രൂഷിക്കുവാനുള്ള കൃപ, അങ്ങനെ ദൈവത്തിൻ്റെ കൃപകൾക്ക് യാതൊരു പരിധിയുമില്ല. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവജനത്തിന് ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയുക്തമാക്കുവാൻ പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കുന്നത് പോലെ കൃപകൾ ദൈവമക്കൾക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ നാം കാണുന്ന മറ്റൊരു കാര്യം, തങ്ങൾക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവുള്ളതെന്നും പരിശുദ്ധാത്മാവിൻ്റെ ചില കൃപകൾ തങ്ങളിലൂടെ പ്രകടമാക്കുന്നത് കൊണ്ട് മറ്റുള്ള ആർക്കും ദൈവകൃപയില്ലെന്ന് പ്രഖ്യാപിക്കുന്നതും അങ്ങനെയുള്ളവരെ നോക്കുവാൻ പോലും കൂട്ടാക്കാത്തതുമായ ക്രൈസ്തവ സമൂഹങ്ങളുമുണ്ട്. അത് യാഥാർത്ഥ്യങ്ങളാണ്. You see, we see that the people who are led by the Spirit of God are filled by gifts and graces from the Almighty God. It is the Holy Spirit who gives His special gifts for the people. People means not a common man. People who are anointed by the Holy Spirit to glorify the name of God, to lead the people forward. That's the office of the Holy Spirit. And He grants His gifts, special gifts, as per need of utilization. I cannot say I have all the gifts of the Holy Spirit. I have seen in certain crusades, servants of God proclaim, see, I am going to pray right now. Holy Spirit is going to give you the 9 gifts. In my experience, it's 9. I cannot say that. It's neither 9 nor 90, because the gifts and graces of the Holy Spirit are numerous. The gift which I may exercise may not be the one which you have. Each one has a different gift, as per the nature and requirement of His work for the Almighty God. The Holy Spirit grants that gift. And also we find certain sections of Christianity claiming that only they have the Holy Spirit, because they manifest some gift of the Holy Spirit. I don't deny that. But that doesn't say, or that doesn't mean that the others who do not have that specific gift has no Holy Spirit. Well, the Holy Spirit has manifested that gift in you. Good. Work for the glory of God. So it is not for us to judge whether somebody has the gift or he doesn't have the gift. Many a time, many children of God, they blame each other. Even they claim to have some gifts which are better than the other gifts which others have. So there is a lot of thought in this manner. നാം ദൈവത്തിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തങ്ങൾക്ക് ചില പ്രത്യേക കൃപാവരങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്നവരെ കാണാൻ കഴിയും. ആ കൃപാവരങ്ങൾ മറ്റുള്ളവർക്ക് ഇല്ലാത്തത് കൊണ്ട് അത് തങ്ങൾക്കുള്ള ബഹുമതിയാണെന്നും മറ്റുള്ളവർക്ക് അതില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് ദൈവകൃപയില്ലെന്നും ഒക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുവാനല്ല ഇവിടെ വന്നത്. പലപ്പോഴും ഇവിടെ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ തന്നെ
നാം സാധാരണയായി മനസ്സിലാക്കുന്നത് സൗഖ്യമാക്കുന്ന കൃപ, അല്ലെ വീര്യപ്രവർത്തികളുടെ കൃപ, അല്ലെ പാടുവാനുള്ള കൃപ, അല്ലെ പ്രസംഗിക്കുവാനുള്ള കൃപ, ഇങ്ങനെ സർവ്വസാധാരണമായ ചില കൃപകളെക്കുറിച്ചാണ് അല്ലെങ്കിൽ കൃപാവരങ്ങളെക്കുറിച്ചാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്തനയിൽ പൊങ്ങി വരുന്നത്. അതിനപ്പുറമായിട്ട് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം ഇതൊക്കെയാണല്ലോ സാധാരണക്കാരുടെ ഇടയിൽ പ്രസിദ്ധി നേടുവാനുള്ള കൃപകൾ. സൗഖ്യദായക ശുശ്രൂഷ നടത്തുമ്പോൾ അനേകർ സൗഖ്യം പ്രാപിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൈവപ്പിനാൽ നടത്തപ്പെടുമ്പോൾ അതിലെ ഊറ്റം കൊള്ളുന്നവർ, വീര്യപ്രവർത്തികൾ, അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ, അടയാളങ്ങൾ ഒരുപാട് അപ്രകാരം പോകുന്നു. എന്നാൽ ഇതൊന്നുമില്ലാത്ത, ആരാലും പ്രശംസിക്കപ്പെടുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കൃപാവരത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യമാണത്. ഇന്നത്തെ ലോകത്തിന് ഒരുപക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനേ കഴിയുകയില്ല. കാരണം ലോകത്തിന് അതിനെ മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, അതിനെ അനുകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്, അതിനെ പ്രാവർത്തികമാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. 2 കൊരിന്ത്യർ 8-1 നമുക്കത് കാണുവാൻ കഴിയും. 2 Corinthians chapter 8 verse 1. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കൊരിന്ത്യയിലെ സഭയോട് അപ്പോസ്തലൻ പൗലോസ് പറയാൻ, മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച കൃപാവരം. ഈ മക്കദോന്യ സഭയെന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉടലെടുത്ത സഭയാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സുവിശേഷ യാത്രയിൽ മുൻപോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്ലാനുകളെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്ന് വിലക്കിക്കൊണ്ട് ബിഥുന്യയിൽ നിന്നുമൊക്കെയും വഴി തിരിച്ച് മക്കദോന്യ പ്രദേശത്തേക്ക് നയിച്ച ഒരനുഭവമാണ്. മക്കദോന്യൻ വിളി അല്ലെങ്കിൽ മാസിഡോണിയൻ കോൾ എന്നതിനെ പറയുന്നുണ്ട്. ഞങ്ങളെ വന്ന് സഹായിക്കണമെന്ന് ഒരു മക്കദോന്യയിലെ പുരുഷൻ പൗലോസിനോട് യാചിക്കുന്ന ദർശനമുണ്ടായി. അങ്ങനെ പൗലോസ് ലക്ഷിത സ്ഥാനത്തേക്ക് പോകുവാനുണ്ടായിരുന്ന പരിപാടികളൊക്കെ മാറ്റിവെച്ച് പരിശുദ്ധാത്മാവ് ഈ സ്ഥലത്തേക്ക് നയിക്കുകയാണ്. You know about the Macedonian call. Paul had definite plans in his missionary journeys. And he had plans to go to Bithynia and other places, and Phrygia. But we find the Holy Spirit saying not to go that way. So always we go forward to the glory of God. We go forward to preach the gospel of God. Modern man may ask, why don't you? After all, St. Paul is going for that, and why should the Holy Spirit stop him? We may also ask, you see, we are just going for the glory of God, but God knows best where exactly is the need for His gospel. And in a vision, Paul sees a man seeking for help from Macedonia. So the term Macedonian call has come from that. Paul goes to Macedonia and a church is established there. And Paul comes back to Corinth and he tells the churches of Corinth about the great gift the Macedonian church had received from God. മക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കും. കാരണം കൃപാവരങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്നവരും അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചവരുമായിരുന്നത് കൊരിന്ത്യ സഭയാണ്. അനേകമായ കൃപാവരങ്ങൾ അവർക്കുണ്ട്. എന്നാൽ അവർക്കില്ലാത്തതും മക്കദോന്യ സഭയ്ക്ക് ഉള്ളതുമായ ഒരു കൃപാവരത്തെക്കുറിച്ചാണ് പൗലോസ് കൊരിന്ത്യ സഭയെ അറിയിക്കുന്നത്. 2 കൊരിന്ത്യർ 8-2 ഇപ്രകാരം കാണുന്നു. കഷ്ടത എന്ന മഹാപരീക്ഷയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ഔദാര്യത്തിൻ്റെ വലിയ സമ്പത്തായി കവിഞ്ഞൊഴുകി. കഷ്ടത ഒരു ദൈവകൃപയാണെന്ന് പറയുവാൻ തക്കവണ്ണം സാധാരണക്കായ മനുഷ്യർക്ക് കഴിയുകയില്ല, സാധാരണ വിശ്വാസികൾക്ക് കഴിയുകയില്ല. എന്നാൽ പൗലോസൂടെ പറയുകയാണ്, കഷ്ടത എന്ന പരീക്ഷയിലായിരുന്നിട്ടും അവർ വലിയ പരീക്ഷയിലൂടെ കടന്നു പോവുകയാണ്. കഷ്ടത മാത്രമല്ല,
ആ കഷ്ടതയിലും അവർക്ക് സന്തോഷമുണ്ടായിരുന്നു. കഷ്ടത എന്ന് പറയുമ്പോൾ പല രൂപങ്ങളുള്ള കഷ്ടത, സാമ്പത്തികമായി, ആരോഗ്യപരമായി, മറ്റ് പല രീതികളിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെയുള്ള കഷ്ടതകളിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി. കഷ്ടതയിൽ പലപ്പോഴും ദുഃഖമാണ് നാം കാണാറുള്ളത്, വ്യസനമാണ്, വേദനയാണ്, നിരാശയാണ്. അവിടെ സന്തോഷിക്കുവാൻ വകയില്ല. എന്നാൽ ഇവിടെ ഈ മക്കെദോന്യ സഭയിലെ വിശ്വാസികൾ അവർ കഷ്ടതയുടെ മഹാശോധനയിൽ എന്ന് പറയുമ്പോൾ പരീക്ഷയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും, കഷ്ടത വരുമ്പോൾ തീർച്ചയായും ദാരിദ്ര്യമുണ്ട്. ഇത് സാധാരണ ദാരിദ്ര്യമല്ല, മഹാദാരിദ്ര്യം. യാതൊരു രീതിയിലും മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ദാരിദ്ര്യം. മഹാദാരിദ്ര്യവും ഔദാര്യത്തിൻ്റെ വലിയ സമ്പത്തായി കവിഞ്ഞു. ഇപ്രകാരമുള്ള വലിയ സാമ്പത്തികമായ തകർച്ചയുടെ നടുവിലും അവരുടെ സന്തോഷം, ഈ കഷ്ടതയുടെ നടുവിൽ പിറുപിറുപ്പില്ലാതെ അവർ മുൻപോട്ട് പോവുക മാത്രമല്ല, ഔദാര്യത്തിൻ്റെ വലിയ സമ്പത്തായി കവിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കതിന് വണ്ണം ഔദാര്യത്തിൻ്റെ സമ്പത്തായിട്ട് കവിഞ്ഞൊഴുകി. അത് വലിയൊരു കാര്യമാണ്. ഇന്ന് അനേകർ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ അവർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവരുടെ കൈകൾ മലർത്തുന്നത് അവരുടേതായിട്ടുള്ള കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ള മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ നാം കാണുന്നു, അവർക്കുള്ളത് എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടത്തിലും വേദനയിലും വ്യസനത്തിലുമായിരിക്കുമ്പോഴും ഉള്ളതിൽ നിന്ന് ഔദാര്യമായിട്ട് കൊടുക്കുക. So St. Paul tells the Corinthian church about a Macedonian church and the gift that they have, the grace. What is that? They were in utter poverty, they were in great distress, but amidst that, they were so liberal in giving. And that is with joy, not with grudging. They did not grudge about their situation. Normally people stretch for their hands seeking blessings from heaven. We ask God to bless us in our difficulties, financial problems. We ask for more money. We need more money. We need that. We need this. So many needs are present before God. Everything basically financial. But here we find these people, in spite of their utter poverty, they are just giving away liberally. And St. Paul says that that's a great gift. Nobody would appreciate that gift. Nobody would try to lose something what they have. We all strain and struggle to gain, not to give. But here is the Holy Spirit that prevails in them. It's the Holy Spirit that is working in them. And the gift what they have is for giving. It's not giving simply for the sake of giving. Giving liberally, with joy. They don't have anything for themselves, but they give liberally so that the name of God be glorified. This is a great gift which Paul points out. അതോടൊപ്പം തന്നെ അവർ ഇപ്രകാരം ദാനം ചെയ്യുന്നതിന് ഒരു പ്രത്യേകത 3-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയാ കൊടുത്തു. മാത്രമല്ല, അവർ ഇപ്രകാരമുള്ള വിശുദ്ധന്മാരുടെ ധനശേഖരണത്തിൽ അത് ഇപ്രകാരമുള്ള ദാരിദ്ര്യത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടും അവർ അത് സ്വീകരിക്കുവാൻ അപേക്ഷിക്കുന്നതായിട്ട് അപ്പോസ്തലൻ എഴുതുകയാണ്. അവരുടെ കൊടുപ്പിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, പ്രാപ്തിക്ക് മീതെ. കാരണം അവരുടെ ദാരിദ്ര്യവും അവരുടെ കഷ്ടതയും നിമിത്തം അവർക്ക് കൊടുക്കുവാൻ പ്രാപ്തിയില്ല. എന്നാൽ പ്രാപ്തി പോലെ പ്രാപ്തിക്ക് മീതെ, അതൊരു വലിയ കാര്യമാണ്. കൊടുത്തു. എന്നിട്ട് മറ്റൊരു പ്രത്യേകത, ഈ പ്രാപ്തി പോലെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡുണ്ട്.
ഇപ്പോൾ 100 രൂപ വരുമാനമുള്ളവന് അവന് 10 രൂപ കൊടുക്കുവാൻ നിവൃത്തിയുള്ളൂ. അത് പ്രാപ്തി പോലെ കൊടുക്കുകയാണ്. എന്നാൽ പ്രാപ്തിക്ക് മീതെ അവൻ 25 കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ പ്രാപ്തിക്ക് അപ്പുറമായൊരു കാര്യമാണ്. ഈ മക്കതോന്യ സഭ ആ പ്രാപ്തിക്ക് മീതെ കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ അങ്ങനെയുള്ള കൊടുപ്പ് വരുമ്പോൾ അങ്ങനെയുള്ള നൽകുമ്പോൾ പറയും, വേണ്ട, നിങ്ങൾക്ക് കഷ്ടമാണ്, നിങ്ങൾക്ക് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കാര്യത്തിൽ ചെറുതായിട്ട് സഹകരിച്ചാൽ മതി, അല്ല ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടേണ്ട. പക്ഷേ ഇവർ അത് സമ്മതിക്കുന്നില്ല. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധനശേഖരണം എന്ന് പറയുമ്പോൾ അന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരെ യഹൂദ സഭ പുറത്താക്കിയിരുന്നു. വീട് നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് അവർ മറ്റു സ്ഥലങ്ങളിൽ പോയി പാർക്കുകയാണ്. സ്വന്തം സ്ഥലവും ഭവനവും ഒക്കെ നഷ്ടപ്പെട്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചൊന്നൊരു കാരണം കൊണ്ട് അവർ യെരുശലേമിൽ തന്നെ പുറത്താക്കപ്പെട്ട അവസ്ഥയിൽ ഏറ്റവും പീഡനത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു സമൂഹത്തിന് വേണ്ടതായ എല്ലാ സഹായവും എത്തിച്ചുകൊണ്ടിരുന്നത് മറ്റ് സ്ഥലങ്ങളിൽ പാർത്തിരുന്ന വിശ്വാസികളുടെ സമൂഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം നഷ്ടപ്പെട്ട് മഹാദാരിദ്ര്യത്തിലായി കഴിഞ്ഞിരുന്ന ഒരു സമൂഹമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ധനശേഖരണം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് മുൻപോട്ട് പോകാൻ മാർഗമില്ലാതെ വന്നവർക്ക്, യേശുവിനെ അനുഗമിച്ച നിമിത്തം കഷ്ടത്തിലും പീഡനത്തിലുമായവർക്ക് വേണ്ടിയിട്ട് ധനശേഖരണം നടത്തുന്നുണ്ട്. മക്കതോന്യ സഭ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ധനശേഖരണത്തിൽ ഞങ്ങൾക്കും പങ്കാളികളാകണം എന്ന് നിർബന്ധിക്കുകയാണ്, നിർബന്ധപൂർവം പറയുകയാണ്. സാധാരണഗതിയിൽ അവരുടെ സന്മനസ്സിനെ പൗലോസ് മനസ്സിലാക്കി, ശരി, നിങ്ങൾ തരാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്, സന്തോഷം. അപ്പോൾ മഹാകഷ്ടത്തിൽ ആയിരിക്കുന്ന നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുക, ഞങ്ങളിനി നിങ്ങളെ സഹായിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നും നൽകേണ്ട. ഈ കഷ്ടത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അതുകൊണ്ട് നിങ്ങളിതിനെക്കുറിച്ച് ബന്ധപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ഇല്ല, അവർ നിർബന്ധിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടുവിശ്വാസികളുടെ യേശുവിനെ അനുഗമിച്ചു നിമിത്തം മഹാകഷ്ടത്തിലായിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ധനശേഖരണത്തിൽ ഞങ്ങൾക്കും പങ്കാളികളാകണം. എങ്ങനെയാണ് പങ്കാളികളാകുന്നത്? അവരുടെ കഷ്ടത്തിലുള്ളതിൻ്റെ എല്ലാ അവസ്ഥയിലും തങ്ങളാൽ കഴിയുന്നതിനപ്പുറമായിട്ട് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ദേ ആർ ഗിവിങ് ആറ്റ് എ സ്പെഷ്യാലിറ്റി. They wanted to be participating in the collection for the people who had lost everything because they had followed Christ. And they gave, the Macedonian church gave according to their ability. And secondly, beyond their ability. See, that's something great. They themselves are in utter poverty, but they want to be helping those people who had lost everything. And they want to be a part of that great collection. Okay, it's okay, you give something according to ability. But the most important thing that is mentioned is that they gave beyond their ability. And Paul refused to accept it. But they never agreed to that. And they compelled Paul to receive it. That shows how honest they were in supporting those helpless brethren. So Paul is saying, it's not as we thought. അപ്പോസ്തലൻ പറയുകയാണ് അതിൻ്റെ 5-ാം വാക്യത്തിൽ, അത് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. മുൻപേ അവർ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു. ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല. അവരെ തന്നെ കർത്താവിന് സമർപ്പിച്ചു, പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് ഞങ്ങളിൽ സമർപ്പിച്ചു. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ഒരു സമൂഹം മറ്റുള്ളവരുടെ വേദനയിലും യാതനയിലും അവരുടെ കഷ്ടത്തിലും നഷ്ടത്തിലും പങ്കാളികളായിത്തീരണം. അവരെക്കുറിച്ച് ചിന്തിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ് കഷ്ടതയിലും നെടുവീർപ്പിലും വേദനയിലും ദാരിദ്ര്യത്തിലും ആയിരിക്കുന്നവർക്ക് നേരെ കണ്ണടച്ചു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് വേണ്ടി ധനസമാഹരണം നടത്തുകയാണ്. ഈ മക്കതോന്യ സഭ അവർ വേറെ കൃപകളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവർക്ക് വീര്യപ്രവർത്തിയോ അന്യഭാഷയോ സൗഖ്യദായക കൃപാവരങ്ങൾ അങ്ങനെ ഒരു കൃപയും പറയില്ല. അവർക്ക് ഉള്ള ഒരു കൃപ പ്രത്യേക കൃപയാണ്. ദുഃഖിതരായിരിക്കുന്ന ദാരിദ്ര്യത്തിലായിരിക്കുന്നവരെ സഹായിക്കുവാൻ, അവരെ തന്നെ മറന്ന്
സഹായിക്കുവാൻ തക്കവണ്ണം അവർ തുനിയുകയാണ്. നിർധനയായ ആ വിധവയുടെ ചില്ലിക്കാശ് പോലെ അവർ കൊടുക്കുകയാണ്. വിധവ ചില്ലിക്കാശിടുമ്പോൾ അത് അവളുടെ ഉപജീവനത്തിൻ്റെ മുഴുവനുമായിരുന്നു. See, real giving is something which hurts somebody who gives. യഥാർത്ഥമായി കൊടുക്കുക എന്ന് പറയുമ്പോൾ തങ്ങളെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് കൊടുക്കുന്നതാണ് യഥാർത്ഥ കൊടുപ്പെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. അപ്രകാരമാണ് അവർ കൊടുക്കുന്നത്. ഇന്ന് നമ്മെ സംബന്ധിച്ച് പറയുമ്പോൾ നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് വാങ്ങുവാൻ വളരെയേറെ പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്കത് വേണം. അനേക പ്രേയർ റിക്വസ്റ്റ് വരാറുണ്ട്. കടക്കെടി, കടഭാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അനേക പ്രാർത്ഥനാപേക്ഷകൾ വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഇത് പ്രവർത്തിച്ചു? ദൈവത്തിന് വേണ്ടി ചിന്തിക്കുവാൻ കഴിയാതെ ലഭിച്ചിരിക്കുന്ന വരുമാനം മുഴുവൻ ചെലവഴിച്ച് മുൻപോട്ട് പോയി കടക്കണിയിൽ മുൻപോട്ട് താഴുമ്പോൾ ദൈവത്തിൽ നിന്ന് സഹായങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിന് വേണ്ടി എന്ത് പ്രവർത്തിക്കുവാനാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത്? അങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇച്ഛിക്കാതെ, ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് വാങ്ങുവാനാണ് ഇന്ന് അനേകർ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 9 6 വാക്യത്തിൽ, എന്നാൽ അല്പമായി വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യുന്നു, ഔദാര്യമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്നോർത്തുകൊള്ളു. നമ്മൾ അല്പമേ വിതയ്ക്കുന്നുള്ളൂ, അല്പം മാത്രമേ കൊടുക്കുന്നുള്ളൂ, അതനുസരിച്ച് ദൈവത്തിന് പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ ഔദാര്യമായി വിതയ്ക്കുന്നവൻ, ഔദാര്യത്തോടെ കണക്കില്ല, പരിധിയില്ല, അത് മക്കെദോന്യ സഭയെപ്പോലെ കൊടുക്കുവാനുള്ള സന്മനസ്സിൽ കഷ്ടവും ദാരിദ്ര്യവും വേദനയും ബുദ്ധിമുട്ടുമുണ്ട്. എന്നാൽ അതിൻ്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവജനത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതെ ധാരാളമായി കൊയ്യുമെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. നമ്മൾ കൊടുത്തിട്ട് തിരികെ വാങ്ങുവാൻ തക്കോണം ഇന്ന് അനേകർക്ക് മനസ്സില്ല. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുമെന്ന് പറയും, പക്ഷെ കൊടുക്കുന്ന കാര്യത്തിൽ വളരെ പ്രയാസമാണ്. നാം കൊടുക്കുന്നതാണ് നമുക്ക് ലഭിക്കുവാനുള്ള മുഖാന്തരമെന്ന് അനേകർ പഠിക്കുന്നില്ല. ഇവിടെ അപ്പോസ്തലൻ വലിയൊരു മർമ്മം പഠിപ്പിക്കുകയാണ്. അതെ, കൊടുക്കുക, കൊടുത്തിട്ട് വാങ്ങുക. നമുക്കേയും വാങ്ങിയിട്ട് കൊടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മ നിറവിൽ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന് തീർച്ചയായിട്ടും മക്കെദോന്യ സഭയുടെ കൃപയുണ്ടാകണം. കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, കൊടുക്കുവിൻ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6 വാക്യത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറഞ്ഞു കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അതേ അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അതുകൊണ്ട് സാമ്പത്തികമായ ഭാരങ്ങളാൽ വലഞ്ഞുകൊണ്ട് അങ്ങനെ മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസികളുടെ സമൂഹമേ, മക്കെദോന്യ സഭയുടേതായിട്ടുള്ള ആ വലിയ കൃപ നിങ്ങൾ പ്രാവർത്തികമാകുമ്പോൾ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി നിങ്ങളുടെ മേലൊഴുകും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവിന്റെ ബലിയൻ്റെ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നത് മക്കെദോന്യ സഭയുടെ അതിമഹത്തായ കൃപാവരം ഞങ്ങളുടെ ആത്മീയത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ തിരുനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.